അടുത്തത് മകരം, മകരക്കൂറാണ്. മകരക്കൂറ് കാപ്രിക്കോൺ എന്നാണ് ഇതിനെ പറയുക. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ചില മാറ്റങ്ങളൊക്കെ ഇവരുടെ, അതായത് മകരക്കൂറുകാർക്ക് ചില മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ ആദ്യഭാവത്തിൽ 6-ാം ഭാവത്തിലാണ് വ്യാഴമുള്ളത്. അത് 7ലേക്ക് മാറുന്നു. ഇതിൽ കൂടെ അവരുടെ മത്സര പരീക്ഷകൾ അഥവാ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിലോ ഒക്കെ മത്സരത്തിൽ ഉള്ളവർക്ക് വിജയത്തിലേക്ക് മാറുന്നതായിട്ട് കാണാം. അത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളോ അല്ലെങ്കിൽ മറ്റ് 2 കമ്പനികൾ തമ്മിൽ കൊളാബറേഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. അതുപോലെ പുതിയ എഗ്രിമെൻറ്റ് ജോയിൻറ്റ് വെഞ്ചറുകൾക്കോ ഒന്നിച്ച് ചെയ്യേണ്ട ബിസിനസ്സുകൾക്കോ, അത് ബിസിനസ് എന്ന് മാത്രം വരേണ്ട കാര്യമില്ല, 2 പേർ ഒന്നിച്ച് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് എല്ലാം ബിസിനസ്സായിട്ട് തന്നെ കാണേണ്ടതില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾക്കും മറ്റും, ഇപ്പോൾ ഉദാഹരണത്തിന് 2 പേര് ചേർന്ന് ഒരു ഉപാസന ചെയ്യുന്നു, അല്ലെങ്കിൽ 2 പേർ ചേർന്ന് ഒന്നിച്ച് കമ്പൈൻ സ്റ്റഡി നടത്തുന്നു, ഗവേഷണം നടത്തുന്നു, ഇതൊക്കെയും യോജിപ്പാണല്ലോ. ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. അതിൽ നിന്ന് പല നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് അനുകൂലം തന്നെയാണ്. മറ്റ് കഷ്ടനഷ്ടങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബത്തിലാണെങ്കിലും ബന്ധങ്ങളൊക്കെ മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാം. ഇവർക്ക് ഈ സന്ധി സംബന്ധിച്ച കാലുമുട്ടുകൾ, അതുപോലെ കൈമുട്ടുകൾ, സന്ധി സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ രോഗങ്ങൾ മുൻകൂട്ടി ഉള്ളവർക്ക് ഇത് കുറച്ചൊന്ന് അധികരിക്കാനും സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനിഗ്രഹത്തിന് പൂജ, ശനിഗ്രഹത്തിൻ്റെ ദ്രവ്യങ്ങളെ കൊണ്ട് ദാനം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, യഥാശക്തി വഴിപാടും ഒക്കെ നടത്തുന്നതും ഒക്കെ വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യാൻ നല്ലതാണ്.